ഹായ് ഗായ്സ്, PSC ടോപ്പ് ജെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 നടന്നിട്ടുള്ള സെക്യൂരിറ്റി ഗാർഡ് SLC ലെവൽ മെയിൻ എക്സാമിലെ കണക്കിലെ 20 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. വളരെ വേഗത്തിൽ ചെയ്യുന്ന രീതിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ കോഡ് 28/2023 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം 4 + 9 × 4 - 2 × 5 + 8. ഓക്കെ, ഇതിൽ ബ്രാക്കറ്റുകൾ ആദ്യം ചെയ്യണം, അതിന് ശേഷം ഹരണം ചെയ്യണം, പിന്നെ ഗുണനം ചെയ്യണം, പിന്നെ കൂട്ടലും കുറക്കലും ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ 4 + 9 13 ആണ്. അതേപോലെ ഇവിടെ 5 + 8 അവിടെയും കൂട്ടിയാൽ 13 ആണ്. അപ്പോൾ 4 × 13 കുറക്കണം 2 × 13. ഓക്കെ, 4 × 13 എന്ന് പറഞ്ഞാൽ 52 കിട്ടും. അതുപോലെ 2 × 13 എന്ന് പറഞ്ഞാൽ 26 കിട്ടും. അപ്പോൾ 52 ന്ന് 26 കുറച്ചാൽ 26 കിട്ടുക. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ്, 26. ഓക്കെ, അടുത്ത ചോദ്യം. മായയുടെ ഒരു ആഴ്ചയിലെ ആകെ വരുമാനം 6027 രൂപയായാൽ മായയുടെ ശരാശരി വരുമാനം എത്രയാണ്? ഓക്കെ, അപ്പോൾ ഇവിടെ ശരാശരി വരുമാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഒരാഴ്ചയിൽ 6027 രൂപ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരാഴ്ചയിൽ ആകെ എത്ര ദിവസമാണുള്ളത്? 7 ദിവസമുള്ളത്. അപ്പോൾ അവിടുത്തെ ശരാശരി വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിട്ടുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഏകദേശം 6027 ഹരിക്കണം 7/7. അത് ചെയ്ത് കഴിഞ്ഞാൽ 861 കിട്ടുന്നത്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 861. ഓക്കെ, അടുത്ത ചോദ്യം. 0.12ൻ്റെ വർഗ്ഗം എത്രയാണ്? ഓക്കെ, അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 0.12ൻ്റെ വർഗ്ഗം ചോദിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പോയിൻ്റ് മാറ്റുക. അപ്പോൾ എന്താ ഉള്ളത്? 12 ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ആ 12ൻ്റെ വർഗ്ഗം കാണാം. 12 × 12 എന്ന് പറഞ്ഞാൽ 144 ആണ്. അതായത് ഇതിൻ്റെ ഉത്തരം കാണുമ്പോൾ 0.12ൻ്റെ വർഗ്ഗം കാണുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൽ 144, അതായത് 144 എന്നുണ്ടാവും. ഇനി നോക്കേണ്ടത് ഈ പോയിൻ്റ് എവിടെയാണ് വരിക എന്നുള്ളതാണ്. അതായത് 0.12 × 0.12 ആണ് ഇതിൻ്റെ വർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ 0.12ൽ പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അതേപോലെ വീണ്ടും ഒരു 0.12 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയും പോയിൻറ്റിന് ശേഷം 2 സ്ഥാനമുണ്ട്. അതായത് ആകെ ഇവിടെ ഗുണിക്കുന്നത് നോക്കുമ്പോൾ 4 സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ പോയിൻറ്റിന് ശേഷം 4 സ്ഥാനങ്ങൾ വരും വേണം. അതേപോലെ 144 വരണം. അങ്ങനെയുള്ള ഏതാണ് നോക്കുമ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. അവിടെ 0.0144, അതായത് 4 സ്ഥാനങ്ങൾ വരുന്നുണ്ട്. അതേപോലെ 144 എന്നുള്ള സംഖ്യ വരുന്നുണ്ട്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. 15 ലിറ്റർ വെള്ളം 3/4 ലിറ്റർ, അതായത് 3/4 ലിറ്റർ വീതമുള്ള കുപ്പികളിലാക്കണം. എത്ര കുപ്പി വേണം? അതായത് ഇവിടെ 15 ലിറ്റർ വെള്ളമുണ്ട്. അത് 3/4 ലിറ്റർ വീതം ഓരോ കുപ്പികളിലാക്കിയാൽ എത്ര കുപ്പികൾ വേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവിടെ 15 ലിറ്റർ വെള്ളമുണ്ട്. അപ്പോൾ അത് നമ്മൾ 1 ലിറ്റർ കൊള്ളുന്ന കുപ്പിയിലാണെന്നുണ്ടെങ്കിൽ എത്ര കുപ്പി വേണ്ടി വരും? 15 ലിറ്ററില്ല, അപ്പോൾ 15 കുപ്പികൾ വേണ്ടി വരും. ഇവിടെ 3/4 ലിറ്ററെ ഒരു കുപ്പിയിൽ നിറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര വേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെ കുപ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 15 ലിറ്റർ 1 ലിറ്റർ ഉണ്ട്, അല്ലെങ്കിൽ 15 ലിറ്റർ ഒന്നുണ്ട്. ഉത്തരം 15 തന്നെ കിട്ടും. അതായത് 15 കുപ്പികൾ ഉണ്ടാവും. അതേപോലെ ഇവിടെ ഉള്ളത് 3/4 ലിറ്ററാണ്. അപ്പോൾ 15 എത്ര 3/4 ഉണ്ടെന്നാണ് നോക്കേണ്ടത്. അതായത് 15 ലിറ്റർ വെള്ളത്തെ എത്ര 3/4ൻ്റെ ലിറ്ററുകളാക്കാൻ പറ്റും? 15 ഹരിക്കണം 3/4 എന്നാണ് വരിക, അല്ലേ? അപ്പോൾ 15 ഹരിക്കണം 3/4 ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 3/4ൻ്റെ വിൽക്രമം, അതായത് റെസിപ്രോക്കൽ എടുത്തിട്ട് ഗുണിച്ചാൽ മതി. അതായത് 15 × 4/3 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 4 കൊണ്ട് ഗുണിക്കും വേണം, 3 കൊണ്ട് ഹരിക്കും വേണം. അപ്പോൾ 15 ഹരിക്കണം 3 എത്രയാണ്? 15 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 5 ആണ്. പിന്നെ 4 കൊണ്ട് ഗുണിക്കും വേണം. അപ്പോൾ 5 × 4 എന്ന് പറഞ്ഞാൽ 20 ആണ് കിട്ടുക. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ്, 20. അപ്പോൾ 20 കുപ്പികളാണ് ഇവിടെ ഈ ഒരു 15 ലിറ്റർ വെള്ളം നിറക്കാൻ വേണ്ടിയിട്ട് 3/4 ലിറ്ററിൻ്റെ കുപ്പികളാക്കാൻ വേണ്ടിയിട്ട് 20 കുപ്പികളാണ് വേണ്ടി വരിക. ഓക്കെ, അടുത്ത ചോദ്യം. ശാന്തി 4600 രൂപയ്ക്ക് വാങ്ങിയ അലമാര 4968 രൂപയ്ക്ക് വിറ്റു എങ്കിൽ ലാഭം എത്ര ശതമാനമാണ്? ഓക്കെ, അതായത് ഇവിടെ ശാന്തി എന്ന് പറഞ്ഞ ആൾ 4600 രൂപയ്ക്ക് ഒരു അലമാര വാങ്ങി, അത് 4968 രൂപയ്ക്ക് വിറ്റു. അതായത് കുറച്ച് ലാഭത്തിൽ വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലാഭ ശതമാനം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ്? 4600 വാങ്ങിയിട്ട് 4968 രൂപയ്ക്ക് വിറ്റാൽ ലാഭം എന്ന് പറയുന്നത് 4968 - 4600 =
368 കിട്ടുക. ഓക്കെ, അപ്പോൾ 368 രൂപയാണ് ലാഭം കിട്ടിയത്. ഇനി ആ ലാഭം നമുക്ക് എത്ര ശതമാനമാണ് നോക്കണം. അപ്പോൾ 368/4600, അതായത് നമുക്ക് എത്രയാണോ ലാഭം ആ ലാഭം ബൈ എത്രയാണോ അലമാരൻ്റെ യഥാർത്ഥ വില 4600 അല്ലേ. അപ്പോൾ 368/4600 ഇൻറ്റു 100 എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ 100 2 പൂജ്യം, അതേപോലെ 4600 2 പൂജ്യം കട്ട് ചെയ്താൽ 368/46 എന്ന് കിട്ടും. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം 8 എന്നാണ് കിട്ടുക. അതായത് ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ഉത്തരം. അതായത് ലാഭശതമാനം എന്ന് പറഞ്ഞാൽ 8%. ഓക്കെ, അടുത്ത ചോദ്യം 0.10 × 0.001 സമം എത്രയാണ്? അതായത് ഇവിടെ ഗുണിക്കുന്ന രണ്ട് സംഖ്യയുടെയും പോയിന്റുകൾ മാറ്റിക്കഴിഞ്ഞാൽ 101 × 1 എന്ന് വരും. അത് ഗുണിച്ചാൽ എത്രയാണ് കിട്ടുക? 101 × 1 എന്ന് പറഞ്ഞാൽ 101 തന്നെയാണ് കിട്ടുക. അതായത് ഉത്തരത്തിൽ ഒരു 101 ഉണ്ടാവും. ഇനി നോക്കേണ്ടത് ഇവിടെ എത്ര സ്ഥാനങ്ങളുണ്ട്, പോയിന്റിന് ശേഷം എത്ര സ്ഥാനങ്ങളുണ്ട് നോക്കണം. അപ്പോൾ 0.101 പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്. അതേപോലെ 0.001 പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്. അതായത് ഇവിടെ ഗുണിക്കുന്ന സംഖ്യകൾ നോക്കുമ്പോൾ ആകെ 3 3 6 സ്ഥാനങ്ങളാണ് വരുന്നത്. അപ്പോൾ ഉത്തരത്തിലും അതേപോലെ 6 സ്ഥാനങ്ങൾ പോയിന്റിന് ശേഷം വരും. അപ്പോൾ നമ്മളിവിടെ ഉത്തരം നോക്കുമ്പോൾ ഓപ്ഷൻ എ നോക്കുമ്പോൾ 0.0000101 അതിൽ പോയിന്റിന് ശേഷം 6 സ്ഥാനങ്ങളുണ്ട്. അതേപോലെ ഉത്തരത്തിൽ 101 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഉത്തരം ഓപ്ഷൻ എ ആണ്, 0.0000101. ഓക്കെ, അടുത്ത ചോദ്യം സമചതുരാകൃതിയായ ഒരു സ്ഥലത്തിന് 256 ചതുരശ്ര മീറ്റർ പരപ്പളവാണുള്ളത്. ഇതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര മീറ്റർ ആണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ സമചതുരാകൃതിയാണ്, അതിൻ്റെ പരപ്പളവ് 256 ചതുരശ്ര മീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു വശം കാണണം എന്നുണ്ടെങ്കിൽ 256 റൂട്ട് കണ്ടാൽ മതി. അപ്പോൾ എത്രയാണ് 256 റൂട്ട് എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ ഇവിടെ ഒരു വശത്തിൻ്റെ നീളം എന്ന് പറയുന്നത് 16 മീറ്ററാണ്. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഒരു കടയിൽ പച്ചയും നീലയും ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബിന് 12 മിനിറ്റ് ഇടവിട്ടും നീല ബൾബ് 20 മിനിറ്റ് ഇടവിട്ടും പ്രകാശിക്കും. അവ ഒരുമിച്ച് 6 PM പ്രകാശിച്ചെങ്കിൽ വീണ്ടും ഒരുമിച്ച് എപ്പോൾ പ്രകാശിക്കും? അതായത് ഇവിടെ 2 ബൾബുകളാണ് കത്തുന്നത്. അതിൽ പച്ച ബൾബ് 12 മിനിറ്റ് ഇടവിട്ടിട്ടാണ് കത്തുന്നത്. അതേപോലെ നീല ബൾബ് 20 മിനിറ്റ് ഇടവിട്ടിട്ടാണ് പ്രകാശിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കേണ്ടത് രണ്ടും ഒരുമിച്ച് എപ്പോഴാണ് പ്രകാശിക്കാൻ നോക്കണം. അതായത് ഈ രണ്ട് സംഖ്യയുടെയും LCM ലസാഗുവാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അത് കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ഈ 6 PM കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര മിനിറ്റാണ് നോക്കണം. അതിന് വേണ്ടിയിട്ട് ആദ്യം 12 20 ഇതിൻ്റെ LCM ലസാഗു കാണുക. അപ്പോൾ 12 20 നമ്മൾ എടുത്ത് എഴുതുക. അതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് 4 പുറത്തെടുക്കുക. അപ്പോൾ 12 4 പുറത്തെടുത്താൽ നമുക്ക് 3 എന്ന് കിട്ടും. 20 4 പുറത്തെടുത്താൽ 5 എന്ന് കിട്ടും. അതായത് 4 3 5 ഉണ്ടാവും. വേറെ ഇനിയൊന്നും ഈ 3 5 ഒന്നും പുറത്തെടുക്കാൻ കഴിയില്ല. അപ്പോൾ 4 3 5 ഉണ്ടാവും അവസാനം. അത് 3 ഗുണിച്ച് കഴിഞ്ഞാൽ 4 × 3 × 5 എന്ന് പറഞ്ഞാൽ 60 കിട്ടും. അതായത് ഇവിടെ 12ൻ്റെയും 20ൻ്റെയും LCM എന്ന് പറഞ്ഞാൽ ലസാഗു എന്ന് പറഞ്ഞാൽ 60 ആണ്. അതായത് ഈ 2 ബൾബും പ്രകാശിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 60 മിനിറ്റ് കഴിഞ്ഞാലാണ് വീണ്ടും രണ്ടും ഒപ്പം പ്രകാശിക്കുക. അതായത് നിലവിൽ 6 PM ഈ 2 ബൾബും പ്രകാശിക്കും. ഇനി 60 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും പ്രകാശിക്കും. അതായത് 6 PM 60 മിനിറ്റ് എന്ന് പറയുമ്പോൾ 7 PM ആവും അല്ലേ. അതായത് 7 PM ആകുമ്പോൾ ഈ 2 ബൾബും ഒപ്പത്തിൽ പ്രകാശിക്കും, ഒരുമിച്ച് പ്രകാശിക്കും. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്നത് 7 PM ആണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഒരു കാർ 3 മണിക്കൂർ സമയം 4 km/മണിക്കൂർ ശരാശരി വേഗതയിലും പിന്നീടുള്ള 4 മണിക്കൂർ സമയം 50 km/മണിക്കൂർ ശരാശരി വേഗതയിലും സഞ്ചരിച്ചാൽ ആ കാർ ആകെ എത്ര ദൂരം സഞ്ചരിച്ചു? അതായത് ഒരു കാർ 3 മണിക്കൂർ സമയം 4 km/മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചു. അതേപോലെ തന്നെ പിന്നീടുള്ള സമയം 4 മണിക്കൂർ സമയം കൊണ്ട് 50 km/മണിക്കൂർ വേഗതയിലാണ് സഞ്ചരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ദൂരം എന്ന് പറഞ്ഞാൽ വേഗത ഇൻറ്റു സമയമാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ സമയം 3 മണിക്കൂറാണ്. അതേപോലെ അവിടുത്തെ വേഗത 40 ആണ്. അപ്പോൾ 40 × 3 എന്ന് പറഞ്ഞാൽ 120 കിട്ടും. അതായത് ആദ്യത്തെ സമയത്ത് 120 കിലോമീറ്ററാണ് സഞ്ചരിച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ 4 മണിക്കൂറും
വേഗത 50 ആണ്. അപ്പോൾ 4 × 50 എന്ന് പറഞ്ഞാൽ 200 എന്ന് കിട്ടും. അതായത് രണ്ടാമത് സഞ്ചരിക്കുന്നത് 200 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ പ്ലസ് 200 കിലോമീറ്റർ, അതായത് 320 കിലോമീറ്റർ ആയിരിക്കും. അതായത് ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം, 320 കിലോമീറ്റർ. ഓക്കെ, അടുത്ത ചോദ്യം. മനുവിന് 16 ലിറ്ററും അമലിന് 20 ലിറ്ററും വെളിച്ചെണ്ണ വേണം. കടയുടമ റഹീമിൻ്റെ കയ്യിൽ എല്ലാ അളവുകളും അളക്കാൻ കഴിയുന്ന പാത്രങ്ങളുണ്ട്. രണ്ടു പേർക്കും അളന്നു നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാത്രം ഏതാണ്? അതായത് മനുവിന് വേണ്ടത് 16 ലിറ്ററാണ്, അമലിന് വേണ്ടത് 20 ലിറ്ററാണ്. അപ്പോൾ രണ്ടാൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അളവ് പാത്രം എന്ന് പറഞ്ഞാൽ ഏത് ലിറ്ററിൻ്റെ ആയിരിക്കും എന്നാണ്. അതായത് ഉത്തരം വരെ 4 ലിറ്ററാണ്. അതായത് 16 4 കൊണ്ട് ഹരിക്കാൻ പറ്റും, 20 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ അളവ് പാത്രം എന്ന് പറയുന്നത് 4 ലിറ്ററിൻ്റെ പാത്രമായിരിക്കും. ഓക്കെ, ഉത്തരം ഓപ്ഷൻ എ ആണ്, 4. ഓക്കെ, അടുത്ത ചോദ്യം. 4, 16, 36, 64 ഡാഷ്. അടുത്ത പദം ഏതായിരിക്കും? അതായത് ഇവിടെ ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2ൻ്റെ വർഗ്ഗമാണ്. അതേപോലെ 16 എന്ന് പറയുമ്പോൾ 4ൻ്റെ വർഗ്ഗമാണ്. 36 എന്ന് പറഞ്ഞാൽ 6ൻ്റെ വർഗ്ഗമാണ്. 64 എന്ന് പറഞ്ഞാൽ 8ൻ്റെ വർഗ്ഗമാണ്. അപ്പോൾ സ്വാഭാവികമായി അടുത്തതെന്ന് പറഞ്ഞാൽ 10ൻ്റെ വർഗ്ഗമായിരിക്കും. 10ൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 100. ഓക്കെ, അടുത്ത ചോദ്യം. സ്കൂൾ അസംബ്ലിയിൽ 44 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗോപികയുടെ സ്ഥാനം മുന്നിൽ നിന്ന് 21-ാമതാണ്. എന്നാൽ ഗോപികയുടെ സ്ഥാനം പിന്നിൽ നിന്ന് എത്രാമതാണ്? ഓക്കെ, അതായത് സ്കൂൾ അസംബ്ലിയിൽ 44 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ ഗോപികയുടെ സ്ഥാനം മുന്നിൽ നിന്ന് എണ്ണുമ്പോൾ 21-ാമതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറകിൽ നിന്നും എത്രാമതാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഗോപികയുടെ മുന്നിൽ 20 പേരാണുള്ളത്. ആ 20 പേരെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളെത്രയാണോ ആ സ്ഥാനത്തായിരിക്കും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഗോപികയുടെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 44 കുട്ടികളുണ്ട്. അതിൽ നിന്ന് മുന്നിലുള്ള 20 ആൾക്കാരെ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള അവസാനത്തെ ആളായിരിക്കുമല്ലോ ഈ ഗോപിക എന്ന് പറയുന്നത്. അപ്പോൾ പിന്നിൽ നിന്ന് എണ്ണുമ്പോഴുള്ള കണക്ക് കിട്ടും, സ്ഥാനം കിട്ടും. അപ്പോൾ 44-ൽ നിന്ന് മുന്നിൽ നിൽക്കുന്ന 20 ആൾക്കാരെ കുറച്ചാൽ 44 - 20 = 24 എന്ന് കിട്ടും. അതായത് പിറകിൽ നിന്ന് എണ്ണുമ്പോൾ ഗോപികയുടെ സ്ഥാനം 24-ാമതാണ് വരിക. ഓക്കെ, അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ്, 24. ഓക്കെ, അടുത്ത ചോദ്യം. ഒറ്റയാന കണ്ടെത്തുക. ഈ ഒരു ചോദ്യം ക്യാൻസലാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. 4, 6, 12, 14, 28. ഇനി അടുത്ത പദം ഏതായിരിക്കും? ഓക്കെ, അതായത് ഇവിടെ ഒന്നാമത്തെ പദം 4 ആണ്. 4-ലൂടെ 2 കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടും. ഓക്കെ, ആ 6ൻ്റെ ഇരട്ടി എടുക്കുക. എത്രയാണ്? 6ൻ്റെ ഇരട്ടി 12 ആണ്. ഇനി 12-ലൂടെ 2 കൂട്ടിയാൽ 14 കിട്ടും. അതിൻ്റെ ഇരട്ടി എടുക്കുക വീണ്ടും, അപ്പോൾ 28 ആണ് കിട്ടുക. ഇനി 2 കൂട്ടണം, ശേഷം ഇരട്ടി എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ 28 കൂടി 2 കൂട്ടി കഴിഞ്ഞാൽ 30 ആണ് കിട്ടുക. അതായത് ഇവിടുത്തെ അടുത്ത പദം എന്ന് പറയുന്നത് 30 ആണ്. ഓക്കെ, അതായത് ഉത്തരം ഓപ്ഷൻ ബി ആണ്, 30. ഇനി അതിൻ്റെ അടുത്ത പദം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ 30ൻ്റെ ഇരട്ടി എടുത്താൽ മതി. എത്രയാണ്? അത് 60 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, 30. ഓക്കെ, അടുത്ത ചോദ്യം. എ എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ്, ബി എന്ന് പറഞ്ഞാൽ മൈനസ് എന്നാണ്, സി എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്, ഡി എന്ന് പറഞ്ഞാൽ ഹരണമാണ്. എങ്കിൽ 15A 8C 17B 24D 3 സമം എത്ര ആയിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് ചെയ്യുമ്പോൾ 15 × 8 + 17 - 24 ഹരിക്കണം 3 എന്നാണ് കിട്ടുക. അവിടെ ആദ്യം ഹരണം ചെയ്യുക. 24 ഹരിക്കണം 3 എന്ന് പറഞ്ഞാൽ 8 എന്ന് കിട്ടും. അതേപോലെ 15 × 8 എന്ന് പറഞ്ഞാൽ 120 കിട്ടും. ഓക്കെ, അപ്പോൾ 120 കൂട്ടണം 17 - 8 എന്ന് വരും. 17 8 കുറച്ചാൽ 9 ആണ്. അപ്പോൾ 120 കൂട്ടണം 9 എന്ന് കിട്ടും, സമം 129 എന്ന് കിട്ടും. അതായത് ഉത്തരം ഓപ്ഷൻ എ ആണ്, 129. ഓക്കെ, അടുത്ത ചോദ്യം. ടെമ്പറേച്ചർ എന്ന വാക്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കുവാൻ സാധിക്കാത്ത വാക്ക് ഏതാണ്? ഓക്കെ, ടെമ്പറേച്ചർ എന്നുള്ള വാക്കിൽ അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കാൻ കഴിയാത്ത വാക്ക് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നോക്കുമ്പോൾ ടമ്പിൾ, അതിൽ എല്ല് വരുന്നുണ്ട്. ആ എല്ല് എന്നുള്ളത് ടെമ്പറേച്ചർ എന്നുള്ള വാക്കിലില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ടമ്പിൾ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്? ഓക്കെ, അതായത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ തോന്നുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണെന്നാണ് തോന്നുന്നത്. ബാക്കിയുള്ളതൊക്കെ ഭാജ്യസംഖ്യകളാണ്.
ഓപ്ഷൻ സി 89 ഒരു അഭാജ്യ സംഖ്യയാണ്. പക്ഷേ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. രാമുവിൻ്റെ അമ്മയുടെ വയസ്സ് രാമുവിൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങിനേക്കാൾ 3 കൂടുതലാണ്. അമ്മയുടെ വയസ്സ് 47 ആയാൽ രാമുവിൻ്റെ വയസ്സ് എത്രയാണ്? ഓക്കെ, ഇവിടെ രാമുവിൻ്റെ അമ്മയുടെ വയസ്സെന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിൻ്റെ കൂടെ 3 കൂട്ടിയതാണ്. ഇവിടെ അമ്മയുടെ വയസ്സ് 47 തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാമുവിൻ്റെ വയസ്സ് എത്രയാണ്? അപ്പോൾ രാമുവിൻ്റെ വയസ്സെന്ന് പറഞ്ഞാൽ രാമുവിൻ്റെ വയസ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇരട്ടിൻ്റെ കൂടെ 3 കൂട്ടിയാൽ അമ്മയുടെ വയസ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ അമ്മയുടെ വയസ്സ് 47 ആണ്. അപ്പോൾ ആദ്യം 47-ൽ നിന്ന് 3 കുറക്കുക. ഓക്കെ, 47-ൽ നിന്ന് 3 കുറച്ചാൽ 44 കിട്ടും. ആ 44 എന്നുള്ളത് രാമുവിൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ്. ഓക്കെ, അപ്പോൾ രാമുവിൻ്റെ വയസ്സ് കാണണമെന്നുണ്ടെങ്കിൽ 44-ൻ്റെ പകുതി എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 44-ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 22 ആണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് 22. ഓക്കെ, അടുത്ത ചോദ്യം. 5:128 ആയാൽ 6 എത്രയായിരിക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഉത്തരം പറയുന്നത് ഓപ്ഷൻ എ ആണ് 219. ഓക്കെ, അത് എങ്ങനെയാണ് വരിക എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം. സീന ഒരിടത്തു നിന്നും തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 42 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 22 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്നും എത്ര മീറ്റർ അകലത്തിലാണ് സീന ഇപ്പോൾ നിൽക്കുന്നത്? അതായത് സീന എന്ന് പറയുന്ന ആൾ ആദ്യം തെക്കോട്ട് സഞ്ചരിക്കുകയാണ്. തെക്കോട്ട് 32 മീറ്റർ സഞ്ചരിക്കുകയാണ്. അതായത് താഴോട്ട് 32 മീറ്റർ സഞ്ചരിക്കുകയാണ്. അതിന് ശേഷം വടക്കോട്ട് 42 മീറ്റർ, അതായത് വടക്ക് എന്ന് പറയുമ്പോൾ മുകളിലോട്ടാണ് വരിക. അത് തിരിച്ച് മുകളിലോട്ട് തന്നെ 42 എന്ന് പറയുമ്പോൾ അവിടെ 42 മൈനസ് 32 എന്ന് പറഞ്ഞാൽ 10 മീറ്റർ മുകളിലായിരിക്കും. ഓക്കെ, പിന്നെ അതിന് ശേഷം പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 22 മീറ്റർ സഞ്ചരിക്കുന്നു. അതായത് കിഴക്ക് എന്ന് പറയുമ്പോൾ വലതുഭാഗത്തേക്ക് 22 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ്, അതായത് താഴോട്ട് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്നും എത്ര മീറ്റർ അകലത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്? അതായത് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 22 മീറ്റർ അകലത്തിലാണ് നിൽക്കുന്നത് അല്ലേ. അതായത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് 22 മീറ്റർ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക്സ്.